സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് 31-കാരിയായ ട്രെയിനി ഡോക്ടർ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ക്രൈം സീൻ വടക്കൻ കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജ് ഭാഗികമായി ഒരു സംഘം അടിച്ചു തകർത്തു. സംഘടിതാക്രമണമെന്ന് പോലീസ് പറയുന്നു. ഔട്ട് പോസ്റ്റും റെസിഡന്റ് ഡോക്ടർമാരുടെ സമരപ്പന്തലും CCTV ക്യാമറകളും തകർക്കപ്പെട്ടു. കല്ലുകളും ഇരുമ്പ് ദണ്ഡും വടികളുമായി എത്തിയ അക്രമി സംഘം എമർജൻസി വാർഡിന്റെ ഒരു ഭാഗവും OP വിഭാഗവും നഴ്സിംഗ് സ്റ്റേഷനും മരുന്ന് സ്റ്റോറും തല്ലിപ്പൊളിച്ചു. പോലീസിനെ കല്ലെറിഞ്ഞാണ് ബാരിക്കേഡ് പൊളിച്ച് 40 അംഗ സംഘം അകത്തു കയറിയത്. കണ്ണിൽ കണ്ട വാഹനങ്ങളും തകർത്തു. സ്വാതന്ത്ര്യദിനത്തിന് തൊട്ട് മുൻപുള്ള രാത്രിയാണ്. സ്ത്രീ സുരക്ഷ ആവശ്യപ്പെട്ട് പശ്ചിമ ബംഗാളിൽ ആകമാനം വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. വനിതാ ഡോക്ടർമാരും നഴ്സുമാരും സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനിടയിലാണ് അക്രമം നടന്ന ആശുപത്രിയിലേക്ക് രാത്രി 11:30 അക്രമി സംഘം എത്തുന്നത്. ഭയം നോടിയ റെസിഡന്റ് ഡോക്ടർമാർ പലരും ബാത്റൂമുകളിലടക്കം ഒളിഞ്ഞാണ് അക്രമികളിൽ നിന്ന് രക്ഷപ്പെട്ടത്. പലർക്കും മർദ്ദനമേറ്റു. हम लोग का कोई सिक्योरिटी नहीं है, ठीक है? हम लोग कैसे ड्यूटी करें? हर वक्त जो कोई भी आकर भांगचूर करके चला जा रहा है. हम लोग बहुत डर के, अभी डर है हम लोग के. कल जब कभी भी हम लोग का डेथ हो सकता है. ആരോപണങ്ങളിൽ കുലുങ്ങി തൃണമൂൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കെയാണ് രാത്രിയിലെ അനിഷ്ട സംഭവങ്ങൾ. CBI കസ്റ്റഡിയിലുള്ള പ്രതി സഞ്ജയ് റോയുമായി ബന്ധമുള്ള ആളുകൾ ഡോക്ടർമാരുടെ സമരം പൊളിക്കാനും തെളിവുകൾ ഇല്ലാതാക്കാനും നടത്തിയ ശ്രമമാണെന്ന് വലിയ ആരോപണമുണ്ട്. തൃണമൂൽ ഗുണ്ടകളെ അഴിച്ചുവിട്ടുവെന്ന് BJP. അന്വേഷണം വഴിതെറ്റിക്കുന്ന രീതിയിലും സമാധാനപരമായി പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരുടെ മനോവീര്യം തകർക്കുന്ന നിലയിലും പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. 31-കാരിയായ ട്രെയിനി ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷേ 3 പേർക്ക് കേസിൽ പങ്കുണ്ട് എന്നാണ് കുടുംബാംഗങ്ങളും മറ്റു ഡോക്ടർമാരും ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും ആശുപത്രി അധികൃതരുടെ മൊഴിയിലെ വൈരുദ്ധ്യവും ഈ ആരോപണങ്ങൾക്ക് വഴിവെച്ചിട്ടുമുണ്ട്. അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.